എൻ്റെ നല്ലയമ്മ. അഗതികൾക്കെന്നും ആശ്രയമേ അമ്മേ ആമല മനോഹരിയേ അഗതികൾക്കെന്നും ആശ്രയമേ അലിവിൻ നിറവേ കനിവിൻ പൊരുളേ അടിയങ്ങൾക്കെന്നും അഭയം നീയേ അലിവിൻ നിറവേ കനിവിൻ പൊരുളേ അടിയങ്ങൾക്കെന്നും അഭയം നീയേ അടിയങ്ങൾക്കെന്നും ശരണം നീയേ. എൻ്റെ പേര് ജോയ് ജോസഫ്, വീട്ടുപേര് അഞ്ചനാട്ട്. ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിൽ മലയാളം വിഭാഗത്തിൽ വകുപ്പ് അധ്യക്ഷനായിട്ട് സേവനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സത്യമാണ്. അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അമ്മ എന്തുമാത്രം നമ്മളെ തുണയ്ക്കുന്നു എന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ചില സന്ദർഭങ്ങളെ മുൻനിർത്തി മറ്റുള്ളവരുടെ മുൻപിൽ ദൈവ മഹത്വത്തിന് വേണ്ടി ചില സത്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പാറേപ്പള്ളിയിലാണ് ഞാൻ ജനിച്ചത്. പാറേപ്പള്ളി ഇടവകയിൽ ജനിച്ച് പാറേപ്പള്ളി ഇടവകയിലെ ബാല്യ കൗമാരങ്ങൾ ആ മുറ്റത്ത് വളർന്ന എൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മ സജീവ സാന്നിധ്യമാണ്. ആ നടയിൽ എത്തുന്ന ഏതൊരാൾക്കും പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ജാതി മത ഭേദമന്യേ എല്ലാവരും എത്തുന്ന ആ നടയിൽ അമ്മ എല്ലാവർക്കും സങ്കേതമാണ്, അഭയസങ്കേതം. ഈ കാലഘട്ടത്തിൻ്റെ സർവ്വ ബുദ്ധിമുട്ടുകളുടെ നടുവിലും അമ്മ അഭയസങ്കേതമായി മാറുമ്പോൾ സർവ്വ ജാതിയിലും മതത്തിലും വിഭാഗങ്ങളിലും പെട്ടവർ സായാം സന്ധ്യകളിൽ ആ നടയിൽ വന്നെടുക്കുന്നതും ശാന്തി തേടി എത്തുന്നവർ ശാന്തിയുമായി ആഴമേറിയ മൗനത്തിൽ ആ നടയിൽ നിന്ന് പടിയിറങ്ങുകയും ചെയ്യുന്നത് ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അമ്മയെ അടുത്തറിയാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അമ്മയുടെ നടയിലിരുന്ന് അമ്മയുടെ രൂപത്തിലേക്ക് നോക്കി അമ്മയുടെ മനോഹരമായിട്ടുള്ള പുഞ്ചിരി ശ്രദ്ധിച്ചപ്പോൾ അമ്മ ഹൃദയത്തിൽ ചില അറിവുകൾ നിറവുകളായിട്ട് പകർന്നു നൽകി. ആ അറിവുകൾ ഇന്ന് ഇവിടെ ഒന്ന് പകർന്നു നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയാളം MA-ക്ക് പഠിക്കുന്ന കാലത്ത് ആഴമേറിയ വിശ്വാസത്തിലേക്കൊന്നും കടന്നു വരുവാൻ സാധിച്ചിരുന്നില്ല. പലപ്പോഴും സംശയങ്ങൾ ഉള്ളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച നവീകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനങ്ങളിലേക്ക് പോയ ചില ബന്ധുക്കൾ ഒരു ധ്യാനത്തിന് പോയി വേണമെങ്കിൽ നിനക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രം ആദ്യമായിട്ട് കോട്ടയാശ്രമത്തിലേക്ക് ഡിവൈനിലേക്ക് ധ്യാനിക്കാനായിട്ട് കടന്നു ചെന്നു. അവിടെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു കോളേജ് അധ്യാപകൻ തന്നെ എന്നോട് ചോദിച്ചു, ഇന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നന്നായിട്ട് ഓർക്കുന്ന എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ. പക്ഷെ അദ്ദേഹം അതെങ്ങനെ മനസ്സിലാക്കി പറയുന്നു? ഞാനേതായെങ്കിലും
ആ അധ്യാപകൻ്റെ മുൻപിൽ എളിമപ്പെട്ടില്ല. ഈ സംഭവങ്ങളൊന്നും സത്യമാണെന്ന് തുറന്നു പറഞ്ഞുമില്ല. ഞാൻ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വീണ്ടും വചന ഹോളിലേക്ക് മടങ്ങിച്ചെന്നു. പക്ഷേ അന്നേരം മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വിങ്ങലായി മാറുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ധ്യാനം കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തി. എൻ്റെ ഉള്ളിൽ 100,000 ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തലപൊന്തി. എന്തുകൊണ്ട് നിനക്ക് ഇത് അംഗീകരിക്കാൻ പാടില്ല? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നിനക്ക് എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല? ഞാൻ വീണ്ടും മറ്റൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് 1 മാസത്തിനുള്ളിൽ ധ്യാനിക്കാൻ ചെന്നു. കുളത്തുവയൽ NRC. അവിടെ ധ്യാനിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ സ്പർശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധ അമ്മയുടെ നടയിൽ ജീവിച്ചു വളർന്ന എന്നെ പരിശുദ്ധ അമ്മയാണ് സത്യത്തിൽ ആ ധ്യാനത്തിലേക്ക് നയിച്ചത്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥതയിലൂടെ ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ, കുളത്തുവയിലെ CJ വർക്കിയച്ചൻ്റെ ആദ്യത്തെ ധ്യാന സമയത്തു തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിക്കുവാനായിട്ടിടയായി. ഭാഷാവരം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ ഭാഷാവരത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും എനിക്ക് സാധിച്ചു. ഭാഷാവരത്തെ പരിഹസിച്ചിരുന്ന ഞാൻ ഇന്ന് എവിടെ എനിക്ക് ദൈവത്തെ ഭാഷാവരത്തിൽ സ്തുതിക്കുവാനുള്ള അവസരം കിട്ടിയാലും അതിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഭാഷാവരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ദൈവം തന്ന ബോധ്യത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിലാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ തിരിച്ചറിയുന്നത്. പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ 2 സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആദ്യത്തേത്, ഞാൻ SB കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ഒരു സായാഹ്നത്തിൽ ഏറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ ആ വിദ്യാർത്ഥിയുടെ അടുത്ത് ചെന്ന്, എന്താണ് മകനെ ഇത്ര കണ്ട് അസ്വസ്ഥത നിൻ്റെ മനസ്സിൽ, എന്തു പറ്റി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും വീട്ടിലെ പ്രശ്നങ്ങളും എൻ്റെ അടുക്ക് പറഞ്ഞു. അവർക്ക് സ്വന്തമായിട്ട് തിരുവല്ലയിൽ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വാടക മാത്രമായിരുന്നു അവരുടെ ഉപജീവന മാർഗം. അപ്പനാകട്ടെ വീട് നോക്കാത്ത അപ്പൻ, മക്കൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ, പഠനം സാധ്യമാവാത്ത അവസ്ഥ. എനിക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഞാൻ ആ മകൻ്റെ അടുക്കൽ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു രഹസ്യം ഞാൻ നിന്നെ പഠിപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ജപമാല. ഞാൻ ആ മകനെ ജപമാല പഠിപ്പിച്ച് 7 ദിവസം ജപമാല ചൊല്ലാമോ എന്ന് ചോദിച്ച് വീട്ടിലേക്ക് മടക്കി അയച്ചു. 6ാമത്തെ ദിവസം ആ മകൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ആ വാടകയ്ക്ക് കൊടുത്തിരുന്ന കട ആ വാടകക്കാർ അതിനകത്തെ സർവ്വ സാമഗ്രികളുമായിട്ട് ആ മകന് ആ വീട്ടുകാർക്ക് മടക്കി കൊടുത്തു. അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കടമുറി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മടക്കി കിട്ടി. 1 മാസം കഴിഞ്ഞ് ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപം ആ കടയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അക്രൈസ്തവ സഹോദരങ്ങൾ അമ്മയോട് യാചിച്ചാൽ എത്ര പെട്ടെന്ന് അമ്മ അവർക്ക് ഉത്തരം നൽകുന്നു എന്ന് ഞാൻ ആ സന്ദർഭത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ഇടപെട്ട മറ്റൊരു സന്ദർഭമുണ്ട്. എൻ്റെ പെങ്ങളുടെ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മെനഞ്ചൈറ്റിസ് വന്നു. മെനഞ്ചൈറ്റിസ് വന്ന് കോട്ടയത്ത് കുട്ടികളുടെ ആശുപത്രിയിൽ അഡ്മിറ്റഡായി. മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച അവസ്ഥ. എൻ്റെ അമ്മ തന്നെ എൻ്റെ അടുക്കൽ പറഞ്ഞു, ആംബുലൻസൊക്കെ തയ്യാറായി, എപ്പോൾ കുട്ടി മരിച്ചാലും ഇവിടെ കിടത്താതെ ഉടനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കരുതിയിരിക്കണം. അത്ര കണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥ. പക്ഷേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. നീ പ്രാർത്ഥിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല.
ആ വിശ്വാസത്തിൽ ശരണപ്പെട്ട് ജപമാല പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനെ ഞാൻ കണ്ടു. അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന സ്വകാര്യ മുറിയിൽ ഞങ്ങൾ കട്ടിലിൽ ഇരിക്കുമ്പോഴും എൻ്റെ അപ്പൻ മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പ, എന്തുകൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നു? നിശബ്ദതയായിരുന്നു മറുപടി. അപ്പൻ എന്നോട് ചോദിച്ചു, ഈ മകളെ നമുക്ക് തിരിച്ചു കിട്ടുമോടാ? അമ്മ തന്ന ആ വാഗ്ദാനം മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പ. അന്നേരം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നീ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഉത്തരീയം ഊരിയിട്ടില്ല, പക്ഷേ ജപമാല ഞാൻ കഴുത്തിൽ ഇട്ടിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞ് സുഖപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് ജപമാല ഊരുകയില്ല. അധികം താമസിക്കാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞ് അത്ഭുതകരമായിട്ട് ഒരു വൈദികൻ വന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അത്ഭുതകരമായി രോഗശാന്തി ലഭിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ സംഭവിച്ച മഹാത്ഭുതമായിട്ട് ഞങ്ങൾ ഈ രോഗശാന്തിയെ കാണുകയാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സഹായിച്ച കൂടെ ഉണ്ടായിരുന്ന, അവിടെ ഹൗസ് സർജൻസി ചെയ്തിരുന്ന ജീസസ് യൂത്തായ ഡോക്ടർ സിന്ധു ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ജോയിച്ചായ, നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടില്ല. മെഡിക്കൽ സയൻസിൻ്റെ ആ പഠനം വെച്ച് ഞങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും ഈ കുഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സാധ്യതയില്ല. മാത്രമല്ല, എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിരിക്കും. ആ ഡോക്ടർ സിന്ധു ഞങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ഈ കുട്ടി ഒരാഴ്ച കഴിഞ്ഞ്, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ കുട്ടി ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർ സിന്ധുവിന് തന്നെ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അമ്മയിലുള്ള ജോയിച്ചായൻ്റെ വിശ്വാസം ഭയങ്കരമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ സംഭവിച്ചെന്ന്. ഡോക്ടർ സിന്ധു അങ്ങനെയാണ് ആ സന്ദർഭത്തെ കണ്ടത്. പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ തൊഴിലിടങ്ങളിലും എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ കുടുംബജീവിതത്തിൽ പരിശുദ്ധ അമ്മ എന്നെ വഴി നടത്തുന്നത് എനിക്കെത്ര ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നറിയാമോ? എനിക്ക് എൻ്റെ ഭാര്യയെ ആദ്യം കാണാനായിട്ട് സാധിച്ചത് പാറയപ്പള്ളിയുടെ തിരുനടയിൽ വെച്ചാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഷേളിയെ ഞാൻ ആദ്യം കാണുക പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ ദിവസമാണ്, പാറയപ്പള്ളിയിൽ വെച്ച്. ഞങ്ങൾ വിവാഹിതരായി പാറയപ്പള്ളിയിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ നടയിൽ. 1.5 വർഷത്തിന് ശേഷം, ആദ്യത്തെ കുട്ടിയുടെ ജനനത്തിന് ശേഷം, ഭാര്യയ്ക്ക് ഗൗരവകരമായിട്ടുള്ള അസുഖം ബാധിക്കുന്നു. മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച അവസ്ഥ. വൈറൽ അറ്റാക്ക് കൊണ്ട് സ്കെൽട്ടൺ സിസ്റ്റം സ്പോഞ്ചിയാവുന്നു. സ്പോഞ്ചിയായ സ്കെൽട്ടൺ സിസ്റ്റത്തിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ട് അന്ന് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്ത ഡോക്ടർ മോഡയിൽ എന്ന അസ്ഥിരോഗ വിദഗ്ധൻ എൻ്റെ ഭാര്യയെ എണീക്കാൻ അനുവദിക്കാതെ കട്ടിലിൽ കിടത്തി കഴുത്ത് മുതൽ അരയോളം ഉടല് ചുറ്റി പ്ലാസ്റ്റർ ഇട്ടു. 5-6 മാസക്കാലം ആ പ്ലാസ്റ്ററിൽ കട്ടിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. വിവാഹം കഴിഞ്ഞ് 1.5-2 വർഷം കഷ്ടിച്ച് തികയുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഡോക്ടർ തന്നെ പറഞ്ഞു, എന്താണ് രോഗമെന്ന് മനസ്സിലാവുന്നില്ല,
ക്യാൻസർ ആവാം, അതേപോലെ ഗൗരവകരമായിട്ടുള്ള ഏത് രോഗവുമാകാം. അത്ഭുതകരമായിട്ട് രോഗം ഭേദമാവുന്നു. L2, L3, L4 വെർട്ടിബ്ര ഫ്യൂസ് ചെയ്ത് ഒറ്റ വെർട്ടിബ്രയായിട്ട് മാറുന്നു. മെഡിക്കൽ സയൻസിൽ അത്യപൂർവമായിട്ടുള്ള ഒരു ഹീലിംഗ്. പ്രസിദ്ധനായിട്ടുള്ള ഈ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മോഡയിൽ ആ എക്സ്റേകൾ വലിയ വലിയ സെമിനാറുകളിൽ അദ്ദേഹം എക്സിബിറ്റ് ചെയ്ത് ക്ലാസ്സുകളെടുത്തു. അദ്ദേഹത്തിനും അറിയില്ല ഈ ഹീലിംഗ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. കൃത്യമായിട്ട് L2, L3, L4 കശേരുക്കൾ കൂട്ടി യോജിപ്പിക്കപ്പെടണമെങ്കിൽ എൻ്റെ അടുക്കൽ അദ്ദേഹം ചോദിച്ചു, അമേരിക്കയിൽ പോയി വലിയ ഓപ്പറേഷൻ ചെയ്തോ? ഞാൻ പറഞ്ഞു, സ്വർഗമായിരുന്നു ഓപ്പറേഷൻ ഏറ്റെടുത്തത്, സ്വർഗീയമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഹീലിംഗ്. അദ്ദേഹം പറയുന്നു, ഇത് തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയെന്ന്. എന്നാൽ ഇന്നും എക്സ്റേ എടുക്കുകയാണെങ്കിൽ ഈ 3 വെർട്ടിബ്ര ഫ്യൂസായിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു ഹീലിങ്ങിന് ശേഷം പ്രത്യേകിച്ച് യാതൊരു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടും കുറേ കാലത്തേക്ക് തുടർന്ന് ഷേഡിക്കുണ്ടായില്ല. എന്നാൽ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്തായിട്ട് മറ്റൊരു ഗൗരവകരമായിട്ടുള്ള അസുഖത്തിലേക്ക് കർത്താവ് ഞങ്ങളെ നയിക്കുമ്പോൾ അവിടെയും പലപ്പോഴും അത്ഭുതകരമായിട്ടുള്ള ഹീലിംഗ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലിലൂടെ, പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലുള്ള ചില നിമിഷങ്ങളിലെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യത്തിലൂടെ, ആ സാന്നിധ്യം അനുഭവിച്ച നിമിഷത്തിന് ശേഷം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഹീലിങ്ങുകളിലൂടെ അമ്മയുടെ സ്പർശനത്താൽ, പിതാവിൻ്റെ കരുണയാൽ, പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഹീലിംഗാണ് അതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് 1.5 വർഷം മാത്രം ഗ്യാരണ്ടി തന്ന ആയുസ് 10-30 വർഷക്കാലം കർത്താവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആയുസ് തരുന്നത് തമ്പുരാനാണെന്ന് കൃത്യമായിട്ടും ഓരോ നിമിഷവും ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളുടെ മക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ഒപ്പം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ള വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യതലങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഈ അവസ്ഥകളിലൂടെ കർത്താവ് ഉയർത്തുകയായിരുന്നു. ഞങ്ങളെ സ്നേഹിക്കുകയായിരുന്നു. സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുവദിക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിലും പരിശുദ്ധ അമ്മ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. കഞ്ചിക്കോട് റാണി ജോണുമായി ബന്ധപ്പെട്ട് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം എന്നെ മാതാവിലേക്ക് ഒത്തിരി അടുപ്പിക്കുവാനായിട്ട് കാരണമായിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സഹപാഠി റാണി ജോണിൻ്റെ ഇടവകക്കാരിയാണ്. ജാൻസി എന്നാണ് പേര്. ജാൻസി എന്നെ വിളിച്ച് അവരുടെ ഇടവകയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. തൊട്ടടുത്ത ശനിയാഴ്ച ഞാൻ സ്ഥലം സന്ദർശിച്ചു. റാണി ജോണിൻ്റെ ഭവനത്തിൽ ചെന്നു. ആ ചെറിയ ഭവനത്തിൻ്റെ മുൻപിലുള്ള കാലിത്തൊഴുത്തിൽ 5-6 പേപ്പർ കഷ്ണം ഞാൻ കണ്ടു. ആ പേപ്പർ കഷ്ണം ഞാൻ വായിച്ചപ്പോൾ അതിൽ മാതാവ് റാണിയിലൂടെ നൽകിയ സന്ദേശങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ആ സന്ദേശങ്ങൾ ഞാൻ എടുത്ത് അവിടെ നിന്ന് 3-4 പേപ്പർ വാങ്ങി അതെല്ലാം പകർത്തി എഴുതി ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങിപ്പോന്നു. ചങ്ങനാശ്ശേരിയിൽ
എത്തിയ ഞാൻ ആ സന്ദേശങ്ങൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുത്ത് ആ പ്രിൻ്റ് ചെയ്ത കോപ്പികൾ ഞങ്ങളുടെ ഇടവകകളിലൂടെ എത്തിച്ച് മാതാവുമായി ബന്ധപ്പെട്ട ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും ചങ്ങനാശ്ശേരിയിലുള്ള വ്യക്തികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പാറേപ്പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സിമിത്തേരി പ്രയർ ഗ്രൂപ്പ് എന്ന പ്രയർ ഗ്രൂപ്പിലൂടെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടത്. റാണിയുടെ ഭവനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതവും മരിയൻ പ്രത്യക്ഷീകരണവും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവിടെ നടക്കുന്ന മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെ നേരിട്ട് വ്യക്തിപരമായിട്ട് നമ്മളെ സന്ദർശിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച് എങ്ങനെ നമ്മളെ ആത്മീയമായി ഒരുക്കുന്നു എന്ന് വലിയ ബോധ്യം തന്ന സന്ദർഭങ്ങളായിരുന്നു അത്. അതിനുശേഷം എന്നിൽ ദിവ്യകാരുണ്യ ഭക്തിയും ജപമാല ഭക്തിയും ഏറെ വർദ്ധിച്ചു. ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി എന്ന നിലയിൽ നിന്ന് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒപ്പം ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനായിട്ട് സഹായിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുക എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലെ ക്രമേണ രൂപപ്പെട്ടു വന്നു. സിമിത്തേരി പ്രയർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ അതിനുവേണ്ടി പല തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഞങ്ങൾ ജപമാലകൾ സംഘടിപ്പിച്ച് പാറേപ്പള്ളി പെരുന്നാളിൻ്റെ സമയത്ത് അനേകരിൽ ഈ ജപമാല എത്തിക്കുവാനായിട്ട് ശ്രമിച്ചു. 10,000-20,000 ജപമാലകളോളം ഞങ്ങളങ്ങനെ ഈ നാളുകൾക്ക് ഇടയിൽ അനേകർക്ക് വ്യഞ്ചരിച്ച ജപമാല കൊടുത്ത് അവരുടെ കഴുത്തിൽ അത് അണിയുവാൻ വേണ്ടുന്ന സാഹചര്യമൊരുക്കി. പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം, വലിയ മുന്തിയ കാറുകളൊക്കെ വാങ്ങിക്കുന്ന നമ്മൾ ആ കാറുകൾ ഒക്കെ യാതൊരു അപകടത്തിലും പെടാതിരിക്കാനായിട്ട് അതിൽ ജപമാല, വ്യഞ്ചരിച്ച ജപമാല ഇടും. പക്ഷേ അതിനേക്കാൾ വിലയേറിയ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ കഴുത്തിൽ ജപമാല ഇടാനായിട്ട് നമുക്ക് ആവശ്യത്തിന് താല്പര്യമൊന്നും ഇല്ല. പലപ്പോഴും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യുവാക്കളിൽ പ്രത്യേകിച്ച് എല്ലാവരും ജപമാല ധരിക്കുന്നവർ ആകണം എന്നുള്ളതാണ്. ജപമാലയിലൂടെ ലഭിക്കുന്ന വലിയ സംരക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ പെൺകുട്ടികളെയൊക്കെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പഠിക്കാനൊക്കെ പറഞ്ഞയക്കുമ്പോൾ വ്യഞ്ചരിച്ച ജപമാല അവരുടെ കഴുത്തിൽ ധരിപ്പിച്ച് അവരെ അയക്കുകയാണെങ്കിൽ അവരുടെ സുരക്ഷിതത്വം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റും. അനേകം ജീവിതാനുഭവങ്ങൾ നമുക്ക് അതിന് സാക്ഷ്യങ്ങളാണ്. ജപമാല ധരിച്ചുള്ള ഒരു പെൺകുട്ടിക്കും ഒരിടത്തും അപകടം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം. പരിശുദ്ധയമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ തീർച്ചയായിട്ടും പുതയപ്പെടും. പരിപൂർണമായിട്ട് അവരെ സംരക്ഷിതരായിരിക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. എൻ്റെ മൂത്ത മകൾ റേയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്തു തന്നു. അവളുടെ സർട്ടിഫിക്കറ്റ് ഓതറൈസേഷന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. സമയത്ത് ആ സർട്ടിഫിക്കറ്റ് എത്തുന്നില്ല. വളരെ വൈകിയാണ് സർട്ടിഫിക്കറ്റ് എത്തിയത്. എന്നാൽ അവിടെ എത്തിയപ്പോഴാകട്ടെ അവിടുത്തെ പോസ്റ്റ് ബോക്സ് നമ്പർ മാറിപ്പോകുന്നു. അഡ്രസ്സിൽ കിട്ടാത്ത അവസ്ഥ. അവസാന ദിനങ്ങൾ സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ മടങ്ങി വരേണ്ടി വരുന്ന അവസ്ഥ, എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. അന്ന് ഒരു രാത്രിയിൽ ഞങ്ങൾ പ്രയർ ഗ്രൂപ്പിൽ ചങ്ങനാശ്ശേരി കുന്നേപ്പള്ളിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ വിളിച്ച്
ദൂതന്മാരുടെ സഹായം യാചിച്ചു. ദൈവിക ദൂതന്മാരോട് ഞങ്ങൾ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ ആ നമ്പർ മാറിപ്പോയിരിക്കുന്ന ലെറ്റർ കൃത്യമായിട്ടുള്ള അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യണമേ. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് ഓസ്ട്രേലിയയിൽ ആ കൃത്യം പോസ്റ്റിലേക്ക് ആ ലെറ്റർ എത്തുന്നു. അവളുടെ ജോലി അവിടെ ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെടുന്നു. മനുഷ്യന് അസാധ്യമായത് ഒരിക്കലും ഓസ്ട്രേലിയയിൽ സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത കാര്യം ദൈവത്തിൻ്റെ ദൂതന്മാരിലൂടെ അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഞങ്ങളെ ഏവരെയും ബോധ്യപ്പെടുത്തിയ വലിയ ഒരു സന്ദർഭമായിരുന്നു അത്.